പാട്ട് ആജ് ഹാപ്പി ഖുഷി സോ ഹാപ്പി. അങ്ങനെ ഏകദേശം എല്ലാ കടകളും പൂട്ടിട്ടോ. ഇവരിത് ആ ഷോപ്പ് പൂട്ടി. ഇത് അവിടുത്തെ ആൾക്കാരെ നിൽക്കുന്ന ഇവരിപ്പോൾ പോകും. രാവിലെ ഏകദേശം 9 മണിയായി. കുറച്ചേരായി നീറ്റിട്ട്. നമ്മുടെ രണ്ടിൽ നിന്ന് പുറത്തുള്ള കാഴ്ചകൾ കേട്ടോ. ആ പുല്ലാണ് ഇവിടെ. ബാക്കിൽ മൊത്തം ആപ്പിൾമാരാണ്. ഇതൊക്കെ ആപ്പിളാണ്. സുനീത കാണാൻ അറിയില്ല. മൊത്തം ആപ്പിളാ. ഇതെന്തേലും കഴിക്കണം, എന്നിട്ട് ഇവിടുന്ന് പോകണം. അത്രേ ഉള്ളൂ. ഇതിവിടെ പണി നടക്കുന്ന കെട്ടിടത്തേക്ക് പോണ പണിക്കാരാണ് കേട്ടോ. ഭാരം ചുമ്മി പോണത് കണ്ടോ. 30-30 കിലോ ഉണ്ടാവും കേട്ടോ സിമെൻറ്റ്. ഇങ്ങനെ വരിക്ക് പോകുന്നതുണ്ട്. എത്രയോ ദൂരത്തുനിന്ന് വരുന്ന നോക്കിയവർ. ഞാനിപ്പോൾ ഉള്ളത് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. മണാലി ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് കുറേ സ്ഥലത്തേക്ക് ബസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് കസോളിലേക്കോ അല്ലെങ്കിൽ സ്പിറ്റി അങ്ങോട്ടൊന്നും റൂട്ടില്ല കേട്ടോ. ഓരോ സീസൺ വൈസാണ്. അപ്പോൾ അങ്ങോട്ട് ബസ് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഓടുന്നില്ല. ഹിമാചലിൻ്റെ വണ്ടി, ഗവൺമെൻറ് ബസ്. എൻ്റെ ബാഗ് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നടക്കാം. കാരണം അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചു. നമുക്ക് ബസ് സ്റ്റാൻഡിൽ തന്നെ ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ അവിടെ വെച്ചു ഞാൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മണാലി ടൂറിസ്റ്റ് പോയിൻ്റ്. നമുക്ക് ഇതേപോലെ ഒരുപാട് ഷോപ്പുകൾ കാണാം. മുടിഞ്ഞ വില ഉണ്ടല്ലോ അതിന്. ഫുഡായാലും എന്തായാലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ ചില സാധനങ്ങൾക്ക് നമുക്ക് നല്ല വില കുറവിന് കിട്ടും. ചിലതരം ഡ്രസ്സുകൾക്കും കാര്യങ്ങൾക്കൊക്കെ. ഫുഡിന് ഈ ഒരു പരിസരത്ത് നല്ല റേറ്റാണ്. കാരണം ഇവിടെ ടൂറിസ്റ്റിൻ്റെ ടൗൺ അല്ല. പിന്നെ ടൂറിസ്റ്റുകൾ മൊത്തം ഇറങ്ങുന്നത് ഈ സൈഡിലാണ്. ഇവിടുത്തെ കൾച്ചറലായിട്ടുള്ള ബുദ്ധിസ്റ്റ് പല സംഭവങ്ങളും ഇവിടെ കിട്ടും. ഉണ്ടോ? അടിപൊളിയാണ്. കേരള സെ तू बांग्लादेश. अस्सलाम वालेकुम. ഇതാണ് ഇവിടുത്തെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. ഞാനിത് ഏകദേശം ഇന്നലെ കയറിപ്പോയത് അങ്ങോട്ടാണ് കേട്ടോ. അങ്ങോട്ട് കണ്ടോ. ഏകദേശം അത്രയും ഹൈറ്റിൽ പോയിട്ടില്ല. എന്നാലും ഏകദേശം ആ ഒരു ഹൈറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഏകദേശം അവിടെ ടെൻ്റ് അടിച്ച് ഫസ്റ്റ് ദിവസം വന്നതും ഏകദേശം ഇത് ആ ഒരു സൈഡിലാണ്. അതിൻ്റെ മേലെ കയറിപ്പോയി ഞാൻ. മുടിവെട്ട് കടയാണ്. ഇതിലാണ് ഗസ്റ്റ് ഹൗസ്, അങ്ങനെ പല നമുക്ക് ലോഡ്ജ്, ഹോസ്റ്റൽ എല്ലാം ഈ ഒരു സെക്ഷനിലുണ്ടാവുക. അത് മാത്രമല്ല ഇവിടെയുള്ള പ്രദേശവാസികൾ താമസിക്കുന്ന ഓരോ റൂമിലും അവരും താമസിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മണാലി വന്നു കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്ന് മേടിച്ചാൽ, അത് ടൂറിസ്റ്റുകൾ അന്നിറങ്ങാൻ സൈഡിൽ നിന്ന് മേടിച്ചാൽ MRP ഒന്നുമല്ല കേട്ടോ. പല സാധനങ്ങൾക്ക് റേറ്റ്. ഇപ്പോൾ നമ്മൾ ചിപ്സ് ആയാലും ജ്യൂസ് ആയാലും അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ MRP-നായിട്ട് ഒരു 10 രൂപ 5 രൂപ കൂടുതൽ കിട്ടും. നേരെ മറിച്ച് കുറച്ചും കൂടി ഉള്ളിലോട്ട് വന്നാൽ ഒരു MRP റേറ്റ് മേടിക്കുള്ളൂ. ഈ ഏരിയയിലൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാൽ കൂടി ചില ഡ്രസ്സ്, ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചീപ്പാട്ടോ. ചില സാധനങ്ങൾക്ക് റേറ്റ് കൂടുതൽ മേടിക്കും. അതുപോലെ ഫുഡ് ഐറ്റംസ് നല്ല റേറ്റാണ് ഇവിടെ ഉണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ജാക്കറ്റ് ഇവിടെയൊക്കെ ചീപ്പായിട്ട് കിട്ടും നമുക്ക്. ഇതൊക്കെ ഹോട്ടൽ റൂമാണ്. ഞാൻ നല്ലൊരു ഷൂ ആട്ടത്.
പിന്നെ മറ്റേ ഷൂ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇനി മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേലും പോകണ വഴിക്ക് അത് പണി പാടും. അത് ഞാൻ കുറേ ഉപയോഗിച്ചതാണ്. അത് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ആയിരുന്നു. ഇത് കോസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നമുക്കിവിടെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ ഷൂ, അതുകൊണ്ട് നമ്മൾ മേടിച്ചു. പിന്നെ ഞാൻ അവിടെ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഷോറൂമിൽ പോയപ്പോൾ 4000ഒക്കെയാണ്. ഇത് അത്ര ആയിട്ടില്ല, അതിൻ്റെ 2 ഇരട്ടി കുറവാണ് ഈ ഷൂവിന് വില. ഏകദേശം 1000 രൂപ. അതന്നെ 1100 അത്ര ആയിട്ടുള്ളൂ. കുഴപ്പമില്ല കേട്ടോ, സാധനം ക്വാളിറ്റി ഉണ്ട്. അത്ര ആ ഉള്ളിലൊരു സുഖം വൈൽഡ് ക്രാഫ്റ്റിന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇടുമ്പോൾ കുറച്ച് നടക്കുമ്പോൾ ഒരു സോഫ്റ്റ് കിട്ടിയിരുന്നു. അത് ഇതിനില്ലാന്ന് മാത്രം. എന്നാലും കുഴപ്പമില്ല. സോളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്, കണ്ടറിയാം. പിന്നെ ചെറിയൊരു അതിനേക്കാളൊരു 10-20-30 ഗ്രാം വെയിറ്റും കൂടുതലുണ്ട്. വലിയ പ്രശ്നമല്ല. പക്ഷേ സാധനം സ്ട്രോങ് ആണ്. കോസ്റ്റർ എനിക്ക് തോന്നുന്നു കോസ്റ്റർ ഫ്ലിപ്കാർട്ടിലുണ്ടെന്ന് തോന്നുന്നു. കോസ്റ്റർ എന്നുള്ള പറഞ്ഞു, ഞാൻ കണ്ട പോലെ തോന്നി. പക്ഷേ ഇത് അത്യാവശ്യം ഞാനത് എടുക്കാഞ്ഞത് എന്താ വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് അടിപൊളി സാധനമാണ് കോസ്റ്റർ. സൂപ്പർ. നിങ്ങൾക്ക് അതിൻ്റെ സൈഡൊക്കെ കാണിച്ചു തരാം. സൂപ്പർ സാധനം കേട്ടോ കോസ്റ്റർ. ട്രക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഷൂ ആണ്. ട്രക്കിങ് അതിനു വേണ്ടി മാത്രം ഇറക്കിയുള്ള ഷൂ ആണ്. പിന്നെ നമുക്ക് കാഷ്വലായിട്ട് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. റൈഡേഴ്സിന് ഉപയോഗിക്കാം. ഇവിടുത്തെ നായ്ക്കളാണ് പ്രത്യേക ഭംഗിയാണ്. ഞാനിവിടെ എന്തിനും ഒന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിക്കാനാണ്. കാരണം ആ ഏരിയയിൽ ചിലപ്പോൾ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ മിക്കവാറും ഈ സൈഡിൽ എവിടെയെങ്കിലൊക്കെ ചെറിയൊരു ഹോട്ടൽ എന്തെങ്കിലും കിട്ടും. പിന്നെ നേപ്പാളികൾ ഒരുപാട് വന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. ഹിമാചലികളുണ്ട്, നേപ്പാളികളുണ്ട്, പലരുണ്ട്. നേപ്പാളികൾ ഒരുപാട് ഞാൻ കണ്ടു. അവർ ഒരുപാട് സെറ്റിലായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ നമുക്കിവിടെ ഒരു മലയാളി പയ്യനെ കിട്ടിയിട്ടോ, നൗഫൽ എന്ന് പറഞ്ഞ പേരിൽ. പിന്നെ നമുക്കിവിടെ ഒരു മലയാളി പയ്യനെ കണക്റ്റായി. നൗഫലാവാൻ ഇവിടെ 5 വർഷമായി. അതിൻ്റെ ജോലി ഞാൻ ചോദിച്ചിട്ടില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. 5 വർഷമായി എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യമാണ്. വളരെ അടിപൊളിയാണ്. ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. AK താക്കൂർ ദാബ ടീസ്റ്റ ചായയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും കൊണ്ടില്ല. ഭായ് ക്യാ ഗാന ക്യാ മിലേഗാ? ഗാന ക്യാ? നമുക്ക് അടിപൊളി ഫുഡ് കിട്ടിട്ടോ. ദാല് കറി, ചോറ്, ഇത് എന്താ ചമ്മന്തി, എന്താ അച്ചാർ. ഇത് അടിപൊളി സാധനം സൂപ്പറായിട്ട് പൊളിച്ച്. ഇതെന്താന്ന് കൂട്ടിയോ കിട്ടുക. എന്തായാലും സൂപ്പറായി. സൂപ്പർ ഫുഡാട്ടോ, അടിപൊളി ഫുഡ്, രക്ഷയില്ല. ചോറ്, പരിപ്പ് കറി, ചമ്മന്തി, അച്ചാർ. അത് ഒരു പ്രത്യേക തരം ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ പോലെ വേറെ തരം ടേസ്റ്റ്. അത് ഇവിടുത്തെ ആൾക്കാരുണ്ടാകണമല്ലോ, അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സൂപ്പർ ഫുഡ്. കാരണം ഓൺലി 60 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ആകെ 60 രൂപ ആയിട്ടുള്ളൂ. കാരണം ആ സൈഡിൽ പോയാൽ ഒരു ടൂറിസ്റ്റുകളെ കണ്ടാൽ, അല്ലെങ്കിൽ അവിടെ റേറ്റ് കൂടുതലാണ്. ഞാനിപ്പോൾ അത് വരെ ഞാൻ വന്നിട്ടുണ്ട്. ഹോട്ടൽ വരെ ഞാൻ വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചല്ലോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ നടന്നു നോക്കാം, അത് എങ്ങോട്ട് എത്താൻ നോക്കാം. എനിക്ക് നടക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ എൻ്റെ ബാഗ് അത്രയും ഭാരം ഒഴിഞ്ഞു പോയതുകൊണ്ടോ. ബാഗ് ഞാൻ അവിടെ വെച്ചിരിക്കട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതെന്നുള്ളൂ. പക്ഷേ ഫുഡ് രക്ഷയില്ല കേട്ടോ. ഞാനത് അപ്രിഷ്യേറ്റ് ചെയ്യും. നല്ല പെരുമാറ്റമുള്ള. കാരണം അദ്ദേഹം കഴിക്കാതെ തന്നെ ഹോട്ടലിൽ ടൂറിസ്റ്റുകൾ അങ്ങനെ വരാറില്ല. അതുകൊണ്ടായിരിക്കും എന്നെ കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നിയവർക്ക്. പിന്നെ അവിടുത്തെ ഒരാൾ മൂന്നാറൊക്കെ വന്നുള്ള ആൾ. അതായത് അയാളുടെ കമ്പനീസിന് വേണ്ടി വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോകും. അപ്പോൾ ആൾ കുറച്ചാൾ മൂന്നാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഇവിടെ നിന്ന് അത്രയും ടൂറിസ്റ്റ് വരും. ഇവിടെ ടൂറിസ്റ്റ് വരുന്ന വെച്ചാൽ ഇവിടെ താമസിക്കാൻ വേണ്ടി ചെറിയൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പക്ഷെ ഇവിടെ ടൂറിസ്റ്റുകൾ ഇവിടെ അത്രയും എൻഗേജ് ആവില്ല. അവർ ഇവിടെ താമസിക്കാൻ തന്നെ നടന്നങ്ങണ്ട് അപ്പുറത്തേക്ക് എത്തും, ടൗണിലേക്ക്. പിന്നെ അവിടെ നിന്നാണ് അവരുടെ കലാപരിപാടി. പക്ഷേ നമുക്ക് ഇവിടെയും ചെറിയ ചെറിയ വില്ലേജിൽ നമുക്ക് എക്സ്പെൻസ് കുറയും, കൂടുതൽ പൈസ മേടിക്കില്ല.
പിന്നെ നേരെ കാമാട്ടോ ഇവിടുത്തെ ആൾക്കാർ, ഭയങ്കര ശാന്തമായിട്ടുള്ള ആൾക്കാർ. നമ്മളൊന്നും ഞാൻ എന്താ പറയുക അങ്ങനെ ചൂടാവണം കണ്ടില്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു വട്ടം എന്തോ ഒരു ദേഷ്യപ്പെടണം കണ്ടു. എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ ആൾക്കാരില്ല. ഇവിടുത്തെ ആൾക്കാർ വളരെ ശാന്തമായിട്ടുള്ള ആൾക്കാരാണ്. ഇവിടുന്ന് ലോറി വരുന്നുണ്ട് കേട്ടോ. ലോറി വളരെ കറക്റ്റ് സ്പേസുള്ള അദ്ദേഹം എന്തിനാണെന്നറിയില്ല. അച്ഛാ ഡ്രൈവർ വിളി കേട്ടോ. ആൾക്കാരെ ഇഷ്ടമായി വീഡിയോ എടുത്ത് തോന്നി. ആൾ കയ്യൊക്കെ കാട്ടണം കേട്ടോ. പിള്ളേർ സ്കൂളിൽ വരണുണ്ടോ? സ്കൂളൊക്കെ ഇട്ട് വരിക. അതിപ്പോൾ നമ്മൾ എത്തണമെന്നുണ്ട് മറ്റേ ടൗണിലേക്ക് എത്തുക. ഏകദേശം പിള്ളേർ സ്കൂളിൽ വരിക. സെറ്റാണ്. ആ ഒക്കെ വികൃതിയാണ്. ഞാൻ പറ്റൂല. ഞാൻ ചെറുതാ ഒന്നാമത്തേക്ക്. വെളിയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ജസ്റ്റ് അതിൻ്റെ മേലക്കൊന്ന് കയറിയേക്കാം. ഇത് ഫുള്ള് ഫോറസ്റ്റ് കേട്ടോ. ഫോറസ്റ്റാണ് കാണുന്നത്. അവിടെ വില്ലേജ് ഉണ്ടാവും, അതുകൊണ്ടാണ് അവിടെ വഴി കൊടുത്തിരിക്കണം. ഉണ്ടോ? ഫുള്ള് ഫോറസ്റ്റാ. എന്തോ ഈ കയറ്റം കയറി എന്താണെന്നൊന്നും അറിയില്ല. കയറി വെക്കാൻ എന്തായാലും കണ്ടോ. ഞാൻ മേലെ കയറി വന്നോ കേട്ടോ. അവിടെ നിന്ന് ബി എസ് റിവറാണോ? ആ ബി എസ് റിവർ ഒഴിച്ച് വരുന്നൊക്കെ സെറ്റാണ്. മേലെ കയറി വെക്കാം. സൂപ്പർ കാഴ്ചല്ല. ഞാൻ പിന്നെയും കയറിട്ടോ. അവിടുന്ന് വന്ന് പിന്നെയും വന്നു ഞാൻ. അടിപൊളി കേട്ടോ. സൂപ്പറാണ്. എല്ലാവരൊക്കെ ഇരിക്കുന്നുണ്ട്. വന്നിട്ടോ. കുറച്ചും കൂടി കയറി. അപ്പോൾ ഇതൊക്കെ സെറ്റല്ലേ? അടിപൊളി. സൂപ്പറല്ലേ? ആ കാണാനൊക്കെ ടൂറിസ്റ്റ് ബസ്സാണ് കേട്ടോ. അത് ബി എസ് വരുതോ. സൂപ്പറല്ലേ? പൊളി പൊളി പൊളി. മലകളൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ മലകൾ സെറ്റല്ലേ? എവിടുന്ന് ഒഴുകിയായിരുന്നു നോക്കിയേ. കേട്ടോ നമുക്ക് നോക്കിയേ. വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. അങ്ങനെ കാല് തിന്നി വന്നാലും ഒന്നും കിട്ടില്ല. ഇത്ര ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടുത്തെ മണ്ണൊക്കെ ഇടിഞ്ഞു പോയിരിക്കുക കണ്ടോ. കല്ലും മണ്ണൊക്കെ ഇടിഞ്ഞു പോയിരിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് വെള്ളം ചാടി പോയതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഐ തിങ്ക് സോ.
ഇനിയും നടക്കാം. പക്ഷെ എൻ്റെ കുഴപ്പമില്ല, ഞാൻ നടക്കാം. ഇനി ഇവിടെ ഇത് ചെറിയൊരു വില്ലേജ്, അപ്പോൾ സെറ്റാണ്. ഞാനിവിടെ ജസ്റ്റ് നടന്നു ചാടിക്കുന്നൊരു കണ്ടോ. इधर साइकिल. हाय बोलो. नाम क्या है? कृष्णा. नेपाली? हिमाचल. लड़ाकी. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കൃഷ്ണാൻ്റിയുടെ കട ഉണ്ടോ അത്? ആൻറ്റിയുടെ പേരക്കുട്ടി കേട്ടോ. ഹായ് പോലെ. നാം കേ? കുൻസി. ഓക്കെ. അപ്പം ഇത്തിരി കുറച്ച് നേരം ഇവിടെ വന്നിരുന്നാണ്. മറ്റേ ആൾക്ക് പുറത്ത് കൊണ്ടായിരുന്നു. അതെ, വേറെ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു. ഇനി ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നടക്കാണ്ട് ആ രീതി പറഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലൊക്കെ ഒരുപാട് മലയാളികളുണ്ട് അത്ര. ഡോക്ടർ ആൻഡ് സിസ്റ്ററായിട്ടും അതായത് അവിടെ അടുത്ത് മിഷൻ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് മലയാളികളുണ്ടെന്നാണ് പറഞ്ഞത്, കേരളത്തിലത്തെ ആൾക്കാർ. അതായത് ഒരു മിഷൻ ഹോസ്പിറ്റൽ മാത്രമല്ല, ഇവിടെ ഒരു ഇതെല്ലാ ഹോസ്പിറ്റലും മലയാളികൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു, ഡോക്ടറായിട്ട് സിസ്റ്ററായിട്ടൊക്കെ. അവർ പറഞ്ഞതാണ്. തന്നെ ഏകദേശം ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഒരു 1 കിലോമീറ്റർ ബസ് സ്റ്റാൻഡ്. അവിടെ പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിലും ഉണ്ടാവണം, ഞാൻ നോക്കിയിട്ടില്ല. പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, ലേഡീസിനായാലും ജെൻസിനായാലും പ്രശ്നമില്ല. ഇവിടെയൊക്കെ ഹോട്ടലും ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് മണാലി ടൗണിലാണ്. ഫുള്ള് മാർക്കറ്റാണ്. ഇത് ബസ് സ്റ്റാൻഡ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡോ. ഇതൊക്കെ ഷോപ്പാണ്, ഓരോരോ ഷോപ്പുണ്ട്. ഇതൊരു ടെമ്പിളാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഫുഡിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. hybrid, you want to go number 2. लेना कुछ
बता रहा हूँ बहुत शानदार पकौड़ी बनाऊंगा मानना बच्चा ഞാൻ വന്ന ടൈമിൽ ബസ് ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ അപ്പുറത്ത് കണ്ടോ ആ ചുവപ്പ് ഷീറ്റ്, ടാക്സി ഓപ്പറേറ്റേഴ്സ് യൂണിയൻ മണാലി ബസ് അവിടെ നിന്നിട്ടാണ് നിർത്തിയത്. സ്റ്റാൻഡ് ഇത് ആ റൂട്ടിലാണ്, ആ റൂട്ടിൽ. ഞാനിതാ അവിടെ ഈ ഷീറ്റ് അടിച്ചില്ല, ഇത് ചായക്കട. രാവിലെ 3 മണിയോ 4 മണിയോ 3 മണിക്കാണ്, 4 മണി ഇവിടെ എത്തിയത്. ഞാൻ അവിടെയാണ് കിടന്നുറങ്ങി കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ടാവും. ഞാൻ അവിടെയാണ് സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് കിടന്നുറങ്ങി. അല്ലോ ഭയങ്കര തിരക്കാട്ടോ. ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, നല്ല തിരക്കാന്ന്. അപാര ക്രൗഡാണ്, എളുപ്പമല്ല. കുറച്ചും കൂടി ക്രൗഡ് കുറയാണെങ്കിൽ നമുക്കിത് അങ്ങോട്ട് പോകണം. ഭയങ്കര ഒരു ഹൈറ്റ്, വണ്ടി ഓടിക്കുന്നവർക്ക് ഭ്രാന്താവും എന്തായാലും, അത് ഉറപ്പാവും. ഒരു വിഷയം നോക്ക്, വേസ്റ്റ് നോക്ക്. ഇതെന്താ വരും ചെയ്യാത്തതെന്ന് അറിയില്ല. എടുക്കാറുണ്ട് തോന്നുന്നു, പക്ഷേ എന്നാൽ കൂടി ഇത് കാണുമ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയധികം വേസ്റ്റൊക്കെ കാണുമ്പോഴേ ഇതൊന്നുമല്ല. ഗ്യാസ് റിവറിൻ്റെ സൈഡിലൊക്കെ മൊത്തം വേസ്റ്റാണ്. ആ റിവറിൻ്റെ ആ സൈഡ് മൊത്തം വേസ്റ്റ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടമാവും. പിന്നെ ഇത്ര ആൾക്കാരുള്ള സ്ഥലമാണ് അതൊക്കെ, പക്ഷെ എന്നാലും ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിയല്ല. അതുകൊണ്ടാണ് ഇത്രയും വേസ്റ്റ് എടുക്കണം. നേരെ വർഷം ഞാൻ ഊട്ടിയിലൊക്കെ പോയ സമയത്ത് ഇത്രയും കിടക്കണില്ല ഉണ്ട്, പക്ഷെ ചില സൈഡിൽ മാത്രം. പക്ഷെ അതൊന്നും ആ ഒരു വേസ്റ്റ് മാനേജ് കറക്റ്റാണ്. പക്ഷെ ഊട്ടി പോലെ അല്ല, ഇതൊന്നും കൂടി വലിയ ടൗണാണ്. എന്നാൽ കൂടി ഇതും കൂടി കറക്റ്റാക്കിയിരുന്ന അടിപൊളി അവിടെ. അപ്പോൾ ഞാൻ വീണ്ടും ബസ് സ്റ്റാൻഡിൽ തന്നെ വന്നെത്തിയിട്ട് കേട്ടോ. ഇവിടെ ഹിമാചലിലേക്ക് പോണ ബസ്സുണ്ട്, അതുപോലെ പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ് അടുക്കെല്ലാം പോണ ബസ്സുണ്ട് കേട്ടോ. ഇത് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് കേട്ടോ മണാലിയിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ്. എൻ്റെ പേര് VK താക്കൂർ ധാബ ആൻഡ് ടീ സ്റ്റാൾ. നമുക്കിവിടെ ചില കുറച്ച് ഫുഡ് കിട്ടും. രാവിലെ ഉണ്ടാവും, ഉച്ചയ്ക്ക് ചോറും കാര്യങ്ങളും കിട്ടും, രാത്രി പൊറോട്ട ഉണ്ടാവും, ബട്ടർ നാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബ്രെഡ് ഓംപ്ലേറ്റ്. നമുക്ക് ടൗണിൽ നിന്ന് കുറച്ച് നടക്കുള്ളൂ, അധികമൊന്നുമില്ല, ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ. ടൗണിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് വരും. ഇവിടെ നല്ല വൃത്തിയുണ്ട്, കാര്യങ്ങളുണ്ട്. അദ്ദേഹം നല്ല മനുഷ്യനാണ്, നമ്മളോടൊക്കെ എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. അത്യാവശ്യം ഇരിക്കാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. ഓംപ്ലേറ്റ്, ചോറ്, ഉച്ചക്കാണ് ചോറ് എല്ലാം കിട്ടും കേട്ടോ. പറ്റുകയാണെങ്കിൽ ലൊക്കേഷൻ താഴെ ഇടാം, പിന്നെ ആളുടെ മൊബൈൽ നമ്പർ ഇതാ. പിന്നെ
ഹോട്ടൽ ഇതോ പേരിതാ. എനിക്ക് തോന്നുന്നു ഇത് ലൊക്കേഷനിലടിച്ച് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്, അറിയില്ല, ചെക്ക് ചെയ്തിട്ടില്ല, നോക്കണം. ഏകദേശം ടൗണിൽ നിന്ന് കണ്ട്, അതായത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി റോഡ്, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ അവിടെ നിന്ന് ഒരു ഏകദേശം 250 മീറ്റർ ഉണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് സമയം ഏകദേശം 1 മണിയായി, മാർക്കറ്റിലാണ്. ഹെംറാജ്, ഹായ് പോലോ ഹെംറാജ്. ആളിതാ ഷേറെ പഞ്ചാബിലൊരു കുട്ടിയുണ്ട്, അതിനെ ലൈൻ അടിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ആ കട എപ്പോൾ പൂട്ടും നോക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിൽക്കുക. അത് ക്ലോസ് ചെയ്താൽ അവള് ഇവനായിട്ട് നടന്നു പോകാനുള്ള പരിപാടിയല്ല, അവളായിട്ട് നടന്നു പോകാനുള്ള പരിപാടിയാ. പ്യാർ ഹേനാ അച്ഛാ. സെറ്റ്. ആജ് ഹാപ്പി खुशी So happy. ये फर्स्ट टाइम लव है ना? Yeah. प्यार करो. God bless you. Thanks. कब बंद करेगा पूरा आदमी अंदर ऊपर? 2 o'clock. 2 o'clock. Yeah. इधर बैठो, मेरे कंपनी इधर Just wait. हाँ मैं इधर ही हूँ. ആ ഷോപ്പിന് 2 മണിക്ക് അത്ര ക്ലോസ് ചെയ്യുള്ളൂ. उसकी नाम क्या है? इसका नाम अंजू है. अंजू. अंजलि. नाम कैसे मिला? नाम कैसे मिला? नाम कैसे नहीं मिलेगा, रोज ही घूमने वाले हैं. हाँ ओके. घर की बात है. ആ ഓക്കെ ഓക്കെ. അപ്പോൾ അഞ്ചു അത്ര പേര്, വീടിൻ്റെ അടുത്താണ് പേര്, അങ്ങനെ പേര് കിട്ടിയെന്നാ പറഞ്ഞത്. പേര് കിട്ടാർക്ക് മടിയൊന്നുമില്ല. 2 മണി വരെ ഇനിയിപ്പോൾ ഇവിടെ സെറ്റാണ്. അപ്പോൾ എനിക്കും കമ്പനിയായി, എനിക്കും കമ്പനി കിട്ടി. എനിക്ക് ഇനി എന്താ വെച്ചാൽ ഞാൻ ഇവിടെ അടിയിൽ റൂം എടുക്കാനില്ല, മേലക്ക് വേണം നമുക്ക്. ഒരു 250 ബഡ്ജറ്റ് റൂം ഇട്ടിട്ട് നമുക്ക് മേലെ കയറാൻ വയ്യ. കാരണം എനിക്ക് 5 മണിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പുലർച്ചെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെയൊക്കെ ചോദിച്ചു, ഇവിടെയൊക്കെ നല്ല റേറ്റ്. അപ്പോൾ നല്ല സീസൺ ആയതുകൊണ്ട് ഒരാൾക്ക് ഞാൻ പറഞ്ഞു ആകെ രാത്രി 10 മണി മുതൽ 5 മണി വരെ ഉണ്ടുള്ള റൂം 2000-2500 എല്ലാവരും അതന്നെ. ഞാൻ വിചാരിച്ചൊന്നാ റൂം എടുക്കണ്ട, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇവിടെ ഇരുന്നോ. ഉറക്കം പോകും, ചെറിയ തലവേദന വരും, ശരി തന്നെയാണ്. എന്തായാലും ഉറക്കം പിന്നീട് തീർത്താൽ പോരെ. ഭക്ഷണം കഴിച്ചു നോക്കണ്ട. അപ്പം അങ്ങനെയൊക്കെയാണ് ഭായി. അപ്പോൾ ഇവിടെയൊക്കെ പൂരാ ബന്ദ് കിയ, ക്ലോസ് ആയിക്കുന്നു. ചെറിയ ചെറിയ ഷോപ്പുണ്ട്, ആൾക്കാരൊക്കെ ഉറഞ്ഞിരിക്കുന്നു കേട്ടോ. പോലീസുകാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, എന്തിനാണോ. പക്ഷേ ഒരു ചെറുനേരം കിട്ടാൻ വേണ്ടി കട. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഹോട്ടലിൽ നിന്ന് അവർ പറഞ്ഞു അപ്പുറത്തെ ഷോപ്പുണ്ട്, അവിടെ പോയി കിട്ടിയില്ല, ഇങ്ങോട്ട് തന്നെ വന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞ ബാഗ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറയണത് അത് നിങ്ങൾ പഠിക്കേണ്ട, ഒരിക്കലും മോഷണം പോലും, കാരണം ഇവിടെ മോഷണം കുറവാണെന്നാണ് അവർ പറയണത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്റ്റാൻഡിൻ്റെ കുറച്ച് അടുത്താണ് കേട്ടോ. സ്റ്റാൻഡിലടക്കം ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ബാഗും സാധനമൊക്കെ സൂക്ഷിക്കണം. സ്വാഭാവികമായിട്ട് പറഞ്ഞതാവും, ചിലപ്പോൾ സ്റ്റാൻഡിൽ മോഷണം നിൽക്കണ്ടോ, ഈ പരിസരത്ത് മോഷണം ഇല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല കണ്ടോ അങ്ങനെ നടന്നുകൊണ്ട് ഇടക്കിടക്ക്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഒരാളെ സിഗരറ്റ് വലിക്കണത് താഴെ ഇടിപ്പിച്ചു, പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യുമ്പോഴേ. ഇവിടുത്തെ പോലീസുകാർ ഞാനിവിടെ കുറച്ച് ദിവസമായിട്ടുള്ള, പക്ഷേ കണ്ട സ്ഥിതിക്ക് ഒരു ഭയങ്കര കാമായിട്ടുള്ള ആൾക്കാരാണ്, വലിയ ചൂടൊന്നുമില്ല. ഒരാൾ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് താഴെ ഇടാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ഒച്ചം വിളിയും കൂട്ടിയിട്ടൊന്നുമില്ല, അത്ര ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവൻ താഴെ ഇട്ടു, അത് ഫിനിഷ്, അവിടെ അത് കഴിഞ്ഞു. ഇവിടെ എല്ലാവരും കാമായിട്ട് ഇരിക്കുന്നവരാണ്, ഇവിടുത്തെ ഗ്രാമവാസികളായാലും എല്ലാവരും. ആരൊന്നും ജഡ്ജ് ചെയ്യാനൊന്നിനും വരില്ല. എന്താ നീ ഇവിടെ എങ്ങോട്ടാ പോണ്, അങ്ങനെ ആദ്യം വർത്താനൊന്നുമില്ല, ഒന്നും ചോദിക്കില്ല. ചിലർ ചിരിക്കും, ചിലർ നോക്കി പോകും, നമ്മളെ കണ്ടാൽ നമ്മൾ ബാഗ് നോക്കിയിട്ട് പോകുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഹെംറാജ് പോയിട്ടോ, ഹെംറാജ് അവളെ പിന്നാലെ പോയി. ഇവിടെ തന്നെ ഇരിക്കുക, എനിക്ക് 5 മണി വരെ ഇരുന്നാൽ പറ്റുള്ളൂ. നല്ല മഴ, നല്ല മഴയില്ല, ഒരു മീഡിയം മഴ. അല്ല എന്നും രാത്രി മഴ പെയ്യാറുണ്ട് ഇവിടെ, വേറെ കാര്യം. ഇവിടെ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത്. എല്ലാവരും നല്ല മൂഡിലാണ് ഇവിടെ. ചിലപ്പോൾ ഞാൻ മാത്രമേ ഇപ്പോൾ ഇവിടെ നോർമലായിട്ട് ഉണ്ടാവുള്ളൂ, എല്ലാവരും മൂഡില്ല. ഇതാ ഇരിക്കണമല്ലേ ഒരു ഇതെല്ലാവരും ഏറെക്കുറെ ഏകദേശം സെയിമാന്ന് തോന്നുന്നു. അത് ബസ് സ്റ്റാൻഡ് കേട്ടോ, ഇത് ടെമ്പിള്. നേരത്തെ ക്രൗഡ് കണ്ട മാർക്കറ്റാണിത്.
എല്ലാവരും പോയി. നേരം 2 മണിയായിട്ടോ. मोटे 5 മണി വരെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ 5 മണിക്ക് സ്വിറ്റ് പോകും. അതിനുവേണ്ടി ഷെയർ ടാക്സിക്ക് വെയിറ്റ് ചെയ്യാം. 5 മണിക്ക് വരുള്ളൂ. എനിക്ക് റൂം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ കൂടിയോണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ അങ്ങനെ ഇരുന്ന് സമയം ചെലവഴിക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല. അവൻ മറ്റേ പാട്ട് പാടാണ്. പക്ഷെ ഇപ്പം കുറെ നേരം എനിക്ക് മനസ്സിലായിട്ടില്ല. വേറെ പാട്ടൊന്നും ഇപ്പഴാ മനസ്സിലാവണ്. അയ്യോ यस हेलो सूरज बहुत इधर ही है ना? फ्रॉम मनाली मनाली. Yes. ओके. काम क्या है? काम गाइडिंग गाइडिंग. पूरा टूरिस्ट का गाइड है. गाइडिंग ऑल Okay. जहाँ भी जाना है. हाँ जी भैया रोहतांग ऐसा बोलना. हाँ जी भैया रोहतांग जाना है नहीं जाना है? क्या ब्लॉगर हो आप? मैं नया ब्लॉगर है. हाँ नया. नया ആ ആള് ഫുള്ള് കൂടുതലാണ്. कौन है यार आपको? ആവാട്ടോ. അവിടെ 200 രൂപ റൂം ഇപ്പം തരാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഞാനിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 4 മണിക്കൂർ കൊണ്ട് बबलू जा रहा है. 3 മണിക്കൂർ പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഞാൻ എന്താ टैक्सी लेना लद्दाख के लिए. टैक्सी 4000. നമ്മുടെ കൂടെ ആരുള്ളത് നോക്കട്ടോ. എല്ലാവരും ഉണ്ട്. സമയം ഏകദേശം കടന്നു വിട്ടില്ല കേട്ടോ. ഒന്നും ഇനിയുണ്ട് ഒരു 2.5 മണിക്കൂറും കൂടി ഉണ്ട്. ഇവരിപ്പോൾ നമ്മളെ അടുത്ത് വന്നിരുന്നാ ചായക്കട നടത്തിട്ടില്ല. അത് 24 hour തോന്നുന്നുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ കടകളും പൂട്ടിയിട്ടോ. ഇവരിത് ആ ഷോപ്പ് പൂട്ടി. ഇത് അവിടുത്തെ ആൾക്കാരെ നിൽക്കുന്നത്. ഇവരിപ്പോൾ പോകും. പിന്നെ അത് അവിടെ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരാണ് കേട്ടോ. പിന്നെ അതങ്ങനെ ഓരോരുത്തരിങ്ങനെ ടൂറിസ്റ്റുകൾ അങ്ങനെ അവരിങ്ങനെ നൈറ്റ് വാക്കിന് ഇറങ്ങിയതോ. സമയം ഏകദേശം 3:50. ഞാൻ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ വേറെ സ്ഥലത്തായിരിക്കണേ. അപ്പോൾ ഏകദേശം 5 മണിക്കാണ് വണ്ടി. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫുള്ള് കാലിയാണ്. കാരണം ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഇത്ര അധികം വണ്ടികളുണ്ട്. അവിടെ ഭയങ്കര ടൈറ്റാണ് വണ്ടികളൊക്കെ. സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും വണ്ടികളിവിടെ. പിന്നെ മാത്രമല്ല സീസൺ ആയതുകൊണ്ട് തന്നെ റൂമിന് ഇത്രയും റേറ്റ്. പിന്നെ നമുക്ക് റൂം കിട്ടണമെങ്കിൽ ഡോർമെട്രി ഹോസ്റ്റൽ റൂം അതിന് മേലക്ക് കയറി പോകണം. അത് കയറി പോകാൻ വയ്യാത്തതുകൊണ്ടല്ല മീൻസ് എനിക്ക് 5 മണിക്കൂടെ എത്തണം. അതാണ് മെയിൻ കാരണം. 5 മണിക്കൂടെ എത്തണം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നീറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് നടക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചിട്ട് എനിക്ക് റൂം പോലും ശരിയായിട്ടില്ല. അത് സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും വില. സീസൺ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ കുറവിനെ കിട്ടിയത്. അതിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടി കൂടുതലാണ്. അല്ല വില 3 അല്ല 4 ഇരട്ടി കൂടുതലാണ്. അതാണ് വിഷയം.